ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു അത്യാവശ്യ കാര്യത്തിന് ഉപയോഗിക്കാന്നല്ലാതെ ആ തള്ളെ കൂടെ കൊണ്ട് നടക്കാനൊന്നും പറ്റില്ല. ഒരകലം എപ്പോഴും വേണം. അവരെ നല്ല ബുദ്ധിയുള്ള സ്ത്രീയാ. ആ മിടുക്ക് സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനും അറിയാം. മുത്തശ്ശി, ഒന്നും കരുതിക്കോട്ടെ സംഭവിച്ചല്ലെന്ന് ഞാൻ മുത്തശ്ശിയോട് പലതവണ പറഞ്ഞതല്ലേ. പ്രിയങ്കയ്ക്ക് ബോധം തിരിച്ചു വരുമ്പോ മുത്തശ്ശി എന്നെ ചോദിച്ചു നോക്കിയാ മതി. സത്യം അറിയാൻ പറ്റുമല്ലോ. അവൾക്ക് ബോധമില്ലാത്തത് കൊണ്ടാണല്ലോ നിങ്ങൾ എല്ലാവരും കൂടി ഈ ചതി ചെയ്തത്. ഞാൻ ഇപ്പൊ തന്നെ അവളെ കൊണ്ടുപോകാൻ പോവാ. മുത്തശ്ശി മുത്തശ്ശി പറയുന്നൊന്ന് കേക്കൂ. ഇതിപ്പോ നമുക്ക് പറഞ്ഞു പരിഹരിക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. എന്റെ മോള് ചത്താലോ? അതിനെന്തായിരിക്കും നിങ്ങൾ പറയുന്ന പരിഹാരം? നിങ്ങൾക്കൊക്കെ തന്നിഷ്ടത്തിന് പെരുമാറാം. എനിക്കേ എന്റെ കൊച്ചിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയിരിക്കും. പ്ലീസ് മുത്തശ്ശി. അതെ, എന്റെ മോളെ നിങ്ങൾ കൊണ്ടുവന്നത് ഇത്രയും നേരം ആശുപത്രിയിൽ കിടത്തി. അതിന്റെ ചെലവ് എന്താണെന്ന് വെച്ചാലേ ദേ സുകുമാരി അങ്ങോട്ടങ്ങ് തരും. എനിക്ക് ഈ കാര്യത്തിൽ നീതി കിട്ടിയേ പറ്റൂ. മുത്തശ്ശി ഇപ്പൊ ഒന്ന് അടങ്ങൂ. പ്രിയങ്കയുടെ കണ്ടീഷൻ ഒന്ന് ബെറ്റർ ആവട്ടെ. അതുവരെങ്കിലും ഒന്ന് ക്ഷമിക്കൂ. ശരി, നാളെ രാവിലെ വരെ മുത്തശ്ശി ഒന്ന് വെയിറ്റ് ചെയ്യൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. സൂര്യ പറഞ്ഞതുപോലെ ചെയ്യ. നാളെ നേരം വെളുത്തിട്ട് എല്ലാവർക്കും കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്താം. ശരി, നിങ്ങൾ പറഞ്ഞതുപോലെ സമ്മതിക്കാം. പക്ഷേ നാളെ ഞാനൊരു കാര്യം പറയുമ്പോ അതനുസരിക്കാൻ അമ്മയും മോനും തയ്യാറാവണം. പറ്റുവോ? എന്ത് കാര്യം അനുസരിക്കേണ്ടത്? കണ്ടോ, ഒരു കാര്യം പറഞ്ഞപ്പോഴേ ചോദ്യം ചെയ്യാൻ തുടങ്ങി. വേണ്ട വേണ്ട, ഞാനേ എന്റെ കൊച്ചിനെയും കൊണ്ട് അങ്ങ് പോവാ. വേണ്ട വേണ്ട, നിങ്ങൾ പറയുന്ന എന്താണെങ്കിലും ഞങ്ങൾ അനുസരിച്ചോളാം. അനുസരിക്കുമോന്നേ ഞാനൊന്ന് നോക്കട്ടെ. അഥവാ അനുസരിച്ചില്ലെങ്കിൽ എന്തു വേണോന്ന് എനിക്കറിയാം. എന്തോ ഒരു ചൂടാ ഇവിടെ. ഏട്ടാ, മുത്തശ്ശിയുടെ ഒരു വാക്ക് പറഞ്ഞ് സൂക്ഷിച്ചു പറയണം. എന്തൊക്കെയാ അവര് ചോദിക്കാന്ന് പറയാൻ പറ്റില്ല കേട്ടോ. സാരമില്ല മോളെ, വരുണിന് വേണ്ടിയല്ലേ, ചോദിക്കട്ടെ അവര്. ആ പണി ഏറ്റു. ഇന്നെന്തായാലും എന്റെ മോളെ അകത്തിട്ടിട്ട് ഇവര് ഇരുന്നോ കിടന്നോ ഉറങ്ങില്ല. നാളെ നേരം വെളുക്കട്ടെ. ഓരോരുത്തരുടെ മനസ്സിലായിട്ട് കല്ലുമുള്ളും നിറച്ചു വിടുന്നുണ്ട് ഞാൻ. ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊന്നും അറിയുന്നില്ലല്ലോ കൽപ്പനെ. ഇനി അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് ഇങ്ങോട്ട് അറിയിക്കാതിരിക്കുന്നതാണോ? അറിയില്ല ചെറിയമ്മേ. ഹോസ്പിറ്റലിൽ പോയപ്പോ നമ്മളെ ഒഴിവാക്കിയത് കണ്ടില്ലേ. നീയേ ഏടത്തി ഒന്ന് വിളിക്കേ. കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒരു വിളി, അങ്ങനെ മതി. ശരി. ചെറിയമ്മേ, സൂര്യ, നീ ഫോൺ എടുക്ക. ഹലോ സൂര്യ, പ്രിയങ്കയ്ക്ക് എങ്ങനെയുണ്ട്? പ്രിയങ്കയുടെ കണ്ടീഷൻ കുറച്ച് മോശം. അയ്യോ, ഡോക്ടർ എന്താ പറഞ്ഞത്? അതൊക്കെ പറയാം. അതിനു മുമ്പ് ആറ്റുവാശ്ശേരിയിൽ വിളിച്ച് സുകുമാരി അമ്മയുടെ വിവരങ്ങളൊക്കെ പറഞ്ഞാരാ? ഏയ്, ഞാൻ പറഞ്ഞിട്ടില്ല. എന്ത് പറ്റി സൂര്യ? അവര് വിവരം അറിഞ്ഞു. ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. വേറെ ആരാ? ചെറിയമ്മയാണോ? ചെറിയമ്മ എന്റെ അടുത്ത് തന്നെയുണ്ട്. ഞങ്ങള് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സൂര്യ വേണമെങ്കിൽ ചെറിയമ്മയുടെ തന്നെ ചോദിച്ചോ. ചെറിയമ്മേ, ദേ സൂര്യ. സൂര്യക്ക് എന്തോ ചോദിക്കാനുണ്ടെന്ന്. എന്താ മോനെ?
പ്രിയങ്കയ്ക്ക് സുഖമില്ലാതായത് സുകുമാരി മുത്തശ്ശി വിളിച്ചറിയിച്ചത് ചെറിയമ്മയാണോ? ഹ, നീ എന്താ മോനെ ഈ പറയുന്നേ? വരുൺ എന്റെ മോനല്ലേ? അവന് ദോഷം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറയൂ? നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോ ഞാൻ എന്താ കരുതിയെന്നറിയോ? ആരും അറിയാതെ അവൾക്ക് എന്തെങ്കിലും വെച്ചുകിട്ടോ മരുന്നോ വാങ്ങി നിങ്ങൾ തിരിച്ചു വരുമെന്നാ. ആ, ഇതിപ്പോ ആകെ കുഴപ്പമായല്ലോ. ശരി, ഞാൻ വിളിക്കാം. കൽപ്പനെ, നമ്മുടെ ഉദ്ദേശം തെറ്റിയില്ല. സുകുമാരി അമ്മ അവിടെ വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. മിക്കവാറും അവരാ ഹോസ്പിറ്റലിൽ പൊളിച്ചടുക്കും. ഹാ, എല്ലാവരും കിടന്ന് നരകിക്കട്ടെ ചെറിയമ്മേ. ഇങ്ങനൊരു അവസരം കിട്ടിയിട്ട് അത് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ വെറും മണ്ടന്മാരായി പോവില്ലേ? ചെറിയമ്മ നോക്കിക്കോ, ഈ ആശുപത്രിവാസം വരുണിന്റെയും രാധികയുടെയും ഒന്നിച്ചുള്ള ജീവിതത്തിന്റെ അവസാനം. അതിനുള്ള പണികള് സുകുമാരി മുത്തശ്ശി എടുത്തോളും. ദേ കൽപ്പനെ, ഒരത്യാവശ്യ കാര്യത്തിന് ഉപയോഗിക്കാന്നല്ലാതെ ആ തള്ളെ കൂടെ കൊണ്ട് നടക്കാനൊന്നും പറ്റില്ല. ഒരകലം എപ്പോഴും വേണം. അവരെ നല്ല ബുദ്ധിയുള്ള സ്ത്രീയാ. ആ മിടുക്ക് സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനും അറിയാം. പക്ഷേ നമ്മളോട് മുട്ടാൻ വന്ന സുകുമാരി മുത്തശ്ശിയുടെ മിടുക്ക് നമ്മൾ അങ്ങ് ഇല്ലാതാക്കും. മോളെ, സത്യം പറഞ്ഞ പേടിയാവോ? സുകുമാരി അമ്മേനെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടാൻ പോകുന്നതെന്ന് ആർക്കറിയാം? വരുണിന്റെ പേരിൽ ഇനിയൊരു കേസ് വരുന്ന ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇപ്പൊ എത്ര തവണയായി കണിമംഗലത്ത് പോലീസും കേസും ഒക്കെ ആയിട്ട്. പോയി പോയി നാട്ടുകാരുടെ മുമ്പില് കണിമംഗലം ഇനി പരിഹസിക്കപ്പെടുന്ന അവസ്ഥയാവും. അമ്മേ, തൽക്കാലം മുത്തശ്ശി കേൾക്കണ്ട. ഇനി അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോവാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ. അല്ല, ഇതെങ്ങോട്ട് പോവാ? അതെ, എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല. ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യങ്ങളൊക്കെ അങ്ങ് പറയാം. പിന്നെ എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാം. എന്താ ഈ പറയുന്നേ? നേരത്തെ സൂര്യ സംസാരിച്ചതല്ലേ? നാളെ എല്ലാ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കാന്ന് പറഞ്ഞതല്ലേ? ഓ, അതൊന്നും വേണ്ട. നിങ്ങളൊക്കെ ഒരു തീരുമാനം പറയുമ്പോ നിങ്ങൾക്ക് ഗുണമുള്ള കാര്യമല്ലേ പറയൂ.